സ്പേസിൽ എത്തിട്ടോ. അപ്പം ഇന്നിപ്പോ നെസ്റ്റോള് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഗ്യാസില്ലാത്തതുകൊണ്ട് ഹോട്ടലൊക്കെ സമയത്തിലായതുകൊണ്ട് തുറക്കൂല. അപ്പം നെസ്റ്റോൾ ഉണ്ടാവും. നെസ്റ്റോളിൽ പോയിട്ട് വരാൻ പറ്റും. ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. ഇത് ഇന്ന് അയക്കാനുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടാക്കും. എന്നിട്ട് ഹോട്ടലിൽ ഇത് കുറച്ചധികം ഉണ്ട് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പ്രിന്റ് ഞാൻ ഈ പ്രിന്ററിൽ പ്രിന്റ് ഇടാൻ പറ്റില്ല. ഇതിന് ഇങ്ക് വരണം. ഇങ്ക് നമ്മളിന്ന് ഫോട്ടോത്തിൽ വിട്ടുണ്ട്. A4 ഇതിൽ പ്രിന്റ് ഇടാൻ വിചാരിച്ചു. ഇത് വെച്ചാൽ A4 പ്രിന്റ് ചെറുതാ. അപ്പൊ ഇതിൽ A4 A5 മാത്രമേ പ്രിന്റ് ഇടാൻ പറ്റുള്ളൂ. ഇതിലാണ് നമുക്ക് A3 A3+ ഇടാൻ പറ്റുക. അപ്പം അതിൻ്റെ ഇങ്ക് വരണം. ഒരു ഇങ്ക് കുറവാണ്. അപ്പം ആ ഇങ്ക് ആ ഫോട്ടോത്തിൽ വിട്ടുണ്ട്. ഇപ്പൊ വരണ്ടാവും. ഇവിടെ ഹൈലൈറ്റ് എടുത്ത് എത്തിണ്ടാവില്ല. അപ്പം അത് വന്നിട്ട് വേണം ബാക്കിയുള്ള കൂടി പ്രിന്റ് ഇടാൻ. ഞാൻ എന്താ രാവിലെ ആ വീഡിയോ ഒക്കെ എടുത്ത് പോയ ശേഷം ഇപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന സമയമായി ഇപ്പോഴാണ് എടുക്കുന്നത്. രാവിലെ ആ ഒരു ക്ലിപ്പ് എടുത്ത ശേഷം വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കൊണ്ട് ബ്ലാങ്ക് ആയി. കംപ്ലീറ്റ്ലി ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഒന്നും കാണാണ്ടായി. അപ്പോൾ സൈഡിൽ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ മുകളിൽ 2 ഗ്രീൻ ലൈൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഡിസ്പ്ലേ പോയി എന്നുള്ളത്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നേ വെച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ഇങ്ങനെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതപ്പം തന്നെ റെഡിയായി. അപ്പോൾ ഇതും അതുപോലെ റെഡി ആവും വിചാരിച്ച്. പക്ഷേ എന്താ വെച്ചാൽ ആ ഗ്രീൻ ലൈന് പിന്നെ ഓൺ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ നമ്മൾ അപ്പോൾ പോർട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കോളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ ഡിസ്പ്ലേ പോയാന്നുള്ളത് ഫിക്സായി. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് നോക്കി എന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഡിസ്പ്ലേ പോയത് തന്നെയാണ്. കണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചെന്ന് ലാസ്റ്റ് നമ്മൾ ആപ്പിൾ കെയറിലൊന്ന് കോൺടാക്ട് ചെയ്തൊക്കെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന്. ഫോൺ വെച്ചാൽ 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നമ്മളെത്ര 1500 അങ്ങനെ എന്തോ കൊടുക്കണം. അത് റീഫണ്ടബിൾ അല്ല എമൗണ്ട്. എന്നുവെച്ചാൽ അത് കൊടുത്തിട്ട് നമ്മളത് കംപ്ലൈൻറ്റ് ആദ്യം രജിസ്റ്റർ ചെയ്യണം. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് അപ്രൂവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ മാറ്റിത്തരും. അപ്രൂവ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെത്ര 26,000 ആണ് പറഞ്ഞത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം തന്നെ. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പോയതോ അല്ലെങ്കിൽ നമ്മൾ എവിടെയും തട്ടിട്ടോ അങ്ങനെ ഒരു ഡാമേജ്, അതായത് നമ്മളതിന് ഫിസിക്കലി ഒരു ഡാമേജും പറ്റാണ്ടാണ് അതിൻ്റെ ഇത് പോയത്, അതിൻ്റെ ഡിസ്പ്ലേ പോയത്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് അങ്ങോട്ട് താനേ പോയി. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ ഫോൺ അതെടുത്തിട്ട് അത് നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യാൻ ഒരു 2 കൊല്ലം മാത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്പ്ലേ അങ്ങോട്ട് പോകുക പറയുമ്പോൾ. ഇതിന് മുന്നേ ഞാൻ എൻ്റെ 13 ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ആർക്കോ ഇതേപോലെ ഇങ്ങനെ ഡിസ്പ്ലേ പോയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് താനെ ഒന്നും ചെയ്യേണ്ട ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ ചെറുതായിട്ട് ഞാനൊരു പേടിയുണ്ട്. പക്ഷേ എൻ്റെ ഫോണിന് തന്നെ പെട്ടെന്ന് അങ്ങനെ വരുന്നു അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പിന്നെ നമുക്കത് ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു സമയം എടുത്ത്. അതായത് അവിടെ പോയപ്പോഴും അങ്ങനെ അത്ര റേറ്റ് വന്നു. പക്ഷെ അത്രയും റേറ്റിൻ്റെ കയ്യിൽ ഇപ്പം അത്ര റേറ്റിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ഒരു ഫോൺ നന്നാക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് നമ്മൾ ഈ ഫോൺ എടുക്കാൻ തന്നെ നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ടൈം അങ്ങനെയാണ് ഇൻസ്റ്റയിൽ വീഡിയോസ് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ സെയിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഫോണും കൂടി പോകുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ അന്ന് അങ്ങനെ എടുത്തൊരു ഫോണത്. അതായത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനും നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും അതിനൊക്കെ നമ്മൾ ഈ ഫോണാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനും കൂടി വേണ്ടിയിട്ടാണ്, അതായത് ഹാങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അന്ന് നമ്മൾ ആ ഫോൺ എടുത്തത്. അന്നെന്ന് വെച്ചാൽ നമ്മളത് EMI-ക്ക് എടുത്തത്. നമ്മളെ കയ്യിലുള്ള, അതായത് നമ്മുടെ സെയിലിൽ നമുക്കിങ്ങനെ വരുന്ന എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതായത് നമ്മളിങ്ങനെ പൈസ കൂട്ടി വെച്ച് നമ്മളങ്ങനെ റെഡി ക്യാഷിന് എടുത്ത ഫോണാണ് കേട്ടോ. EMI ഒന്നും ഇല്ലാണ്ട് ഫസ്റ്റ് റെഡി ക്യാഷിന് തന്നെയാണ് എടുത്തത് ആ ഫോൺ. പക്ഷെ ഇപ്പോൾ അതിൽ ഡിസ്പ്ലേ നന്നാക്കണമെങ്കിൽ അതിൻ്റെ പകുതി പൈസ തന്നെ കൊടുത്തിട്ട് നന്നാക്കേണ്ടി വരും. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതൊക്കെ നന്നാക്കുന്നതാണ്. ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു നന്നാക്കി സെറ്റാക്കി തന്നിട്ടോ. ഫസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ആപ്പിളിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അതായത് ഇവിടെ പ്രിൻറ്റിങ് പരിപാടിയൊക്കെ ബാക്കി ചെയ്യാമല്ലോ. അപ്പം ഡിസ്പാച്ച് ചെയ്യണമല്ലോ, എന്തായാലും ഡിസ്പാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി കുറച്ച് രാവിലെ പ്രിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഫോണൊന്ന് മാറ്റിയിട്ട് ടാബിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രിന്ററിനും കംപ്ലൈൻറ്റ് വന്നു. പ്രിന്റർ എന്താണെന്ന് വെച്ചാൽ A3 പ്രിന്റ് ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ പകുതി എത്തുമ്പോൾ താനെ ഇങ്ങനെ നിന്ന് പോവാം. ഇങ്ങനെ പ്രിന്റ് ഈ ഒരു പോർഷൻ മാത്രം പ്രിന്റ് വരിക, ബാക്കി പ്രിന്റ് വരുന്നേ ഇല്ല. അങ്ങനെ ഒരു 3-4 പേപ്പർ ഇട്ടിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കട്ടോ. എന്താണെന്നറിയില്ല. അതെന്തൊരു വല്ലാത്തൊരു ദിവസം പോലെ തോന്നി.
അങ്ങനെ നമ്മൾ A3 കുറച്ച് ഓൾറെഡി ചെയ്ത് വെച്ചത് ഇങ്ങനെ വന്നതുണ്ടായിരുന്നു. ബാക്കി A4 ഒക്കെ പിന്നെ നമുക്ക് വേറെ ഒരു പ്രിന്റർ ഉണ്ട് അതിലിട്ട്. പക്ഷേ A3 നമുക്ക് ആ പ്രിന്ററിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് A3 ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ A3 ഡിസ്പാച്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെ അതൊക്കെ വേഗം നമ്മൾ ഡിസ്പാച്ച് ചെയ്ത്. ചില സമയം എനിക്കിത് തോന്നാറുണ്ട്, നമ്മളിപ്പോൾ എത്ര എന്ത് കഷ്ടപ്പെട്ട് ചെയ്തതെന്ന് ചില സമയം അതിങ്ങനെ എന്താ പറയുക ഒന്നും റെഡി ആവാത്ത പോലെ തോന്നും. പിന്നെ ഒരു ദിവസമൊക്കെ തന്നെ റെഡി ആവുമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ എത്ര നല്ല പോലെ ചെയ്താലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ബിസിനസ്സിനാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നല്ല സ്ട്രഗിൾ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാഫൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന് പിന്നെയും അത് ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയി. നമ്മൾ പിന്നെയും കഷ്ടപ്പെട്ടിട്ട് പിന്നെയും നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ മാസം ഓരോ ലോസ് ആയിട്ട് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. പൊതുവെ എല്ലാവർക്കും എന്ന് വെച്ചാൽ മന്ത് എൻഡ് ആകുമ്പോഴാണ് നമ്മൾ സാലറി ആയിട്ടുള്ളവർക്കാണെങ്കിൽ മന്ത് എൻഡ് ഒക്കെ ആകുമ്പോഴാണ് ഫണ്ട് ഷോർട്ടേജ് ഒക്കെ വരിക. നമ്മളെപ്പോലത്തെ സ്മോൾ ബിസിനസ് ഒക്കെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ്ങിൽ, അതായത് മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഒരുപാട് പൈസേനെ ആവശ്യം വരിക. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഇവിടെ റെൻ്റ് ആണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും പിന്നെ കുറച്ച് EMI കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം പറ്റി അത്യാവശ്യം നല്ലൊരു പൈസ കയ്യിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത്. കാരണം നമുക്ക് ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബിസിനസ്സിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിൽ ഫോൺ എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ അത് നന്നാക്കിയേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ. അങ്ങനെ അത് നന്നാക്കി. ഇനിയിപ്പോൾ പ്രിൻ്ററിന് എന്താ വെച്ചാൽ നന്നാക്കാൻ പ്രിൻ്റർ ഓൾറെഡി അവിടെ സർവീസ് സെൻറ്ററിലുണ്ട്, ആ മറ്റേ പ്രിൻ്റർ. അപ്പോൾ അതിന് ഇങ്ക് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതായത് അവർ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ചിലതിലൊക്കെ അത്യാവശ്യം ഇങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് നന്നായിട്ട് പോകും. എനിക്ക് തോന്നുന്നു അവർ ഹെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് എന്തോ ഇങ്കൊക്കെ തീർന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 6 ഇങ്കും വാങ്ങിയിട്ട് വേണം ഞാൻ അവിടെ പോകാൻ. അപ്പോൾ 6 ഇങ്ക് വാങ്ങാൻ പറയുമ്പോൾ ഒരു ഇങ്കിന് തന്നെ 700 ആണ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ 6 ഇങ്കും വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ആ പ്രിൻ്റർ നാളെ എടുത്തുകൊണ്ടുവന്നാൽ നമ്മളെ പണികൾ ബാക്കിയുള്ള പണി നടക്കുക. കാരണം ഈ പ്രിൻ്റർ ഞാൻ ഇപ്പോഴും പ്രിൻ്റ് ഇട്ട് നോക്കുമ്പോൾ റെഡി ആയിട്ടില്ല. ഇതിൻ്റെ ഈ പ്രിൻ്ററിൻ്റെ ഈ സെയിം ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ആ പ്രിൻ്റർ നന്നാക്കിയത് പറയുകയാണെങ്കിൽ ആളെന്തോ സാധനം മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാധനം മാറ്റാൻ ഇവിടെ വന്ന് മാറ്റി നോക്കിയാൽ. പക്ഷേ എന്നിട്ടും ആ പ്രിൻ്റർ റെഡി ആയില്ല, ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇനി നാളെ പോയിട്ട് ആ പ്രിൻ്റർ എടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കുറച്ചൊരു ബാഡ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, നാളെ 6 മണിക്ക് കാണാം.